ഹായ് മച്ചന്മാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ ജാതിക്ക വെച്ചിട്ടൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം. ബാ, ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ജാതിക്ക ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അതിനകത്ത് കുറച്ച് ചെളിയൊക്കെ കിടക്കണ്ടേ, അവിടെ തോട്ടത്തിൽ വീണ് കിടന്നാൽ വൃത്തിയായിട്ട് കഴുകിയെടുത്തില്ലെങ്കിലും തോട്ടത്തിൽ വീണ് കിടന്ന് പറഞ്ഞേ നല്ല ജന്തുക്കളൊക്കെ അതിനകത്ത് കീറിറങ്ങി പോയാലോ. ശരിയാ, നമുക്ക് ഈ പാത്രത്തിൽ മാറ്റാം. ആ 2.5 പെട്ടിക്ക് ആവശ്യം വരും. പല്ലവൻ്റെ പിടിക്കാത്തല്ലേ അതുപോലെ നമ്മുടെ അല്ലോടാ. മച്ചന്മാരെ നമ്മള് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം. നേരെ ഇത് കട്ട് ചെയ്യാം. ഞാന് മഴ പെയ്യുന്നുണ്ടല്ലോ എന്നത്തെ പോലെ തന്നെ നമുക്ക് വീണ്ടും പണി കിട്ടിയിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്. ഞാൻ വേറെ കാര്യം ചെയ്യട്ടെ, മച്ചനെ ശരിക്കും എന്ത് സംഭവം എന്താ ഉണ്ടാക്കണേ? ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണേ കാണാം. പാത്രത്തിലേക്ക് അരിഞ്ഞത് വെച്ച് വെക്കാം. ഒന്നും കിടക്കാണ്ട് അരിയാൻ അച്ഛനാ. ഇത് പുതിയ ടേബിളാണോ? പുതിയ ടേബിളാണോ? കണ്ടോ നമ്മളെ കേട്ടോ, ഇന്നലെ ആവശ്യം ടേബിള്. ആ കുറച്ച് ദിവസമായി. ഉണ്ട് സൂപ്പർലാ, അടിപൊളി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നത്തെ ടേബിൾ വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴ്ത്തിട്ടേക്കാം. ഓക്കെ, മച്ചാടും ഞാൻ പറഞ്ഞേക്കാം. ഇച്ചിരി ഇപ്പുറത്ത് കഴിക്കാൻ വേണമെങ്കിൽ കൊതിപ്പിക്കടാ, മച്ചാനെ കൊതിപ്പിക്ക. മച്ചാന്മാരെ, ഇത് മച്ചാൻ ഒറ്റയ്ക്ക് അരിഞ്ഞുണ്ട്, ഒറ്റയ്ക്ക് തീർക്കും. തിന്നും അരിഞ്ഞും തീർക്കും മച്ചാൻ. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ പോണേ ഞങ്ങള്. ഓക്കെ മച്ചാൻ, ഇത് അരിഞ്ഞാൽ തീർന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ ഇത് കൊണ്ടുപോയി ഒന്ന് പുഴുങ്ങിയെടുക്കും. പുഴുങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് ഒന്ന് ഊറ്റിക്കളയും. കാരണം ഇതിൻ്റെ ആ കട്ട് പോകാൻ വേണ്ടി ഭയങ്കര ഒരു ഇതുണ്ടാവുമല്ലോ, ഇതിൻ്റെ ചുവ കൂടുതലായിരിക്കുമല്ലോ, അത് പോകാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് വരാം. അപ്പം എന്നിട്ട് വേണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ കരുതി. പോരത്തിന് കറണ്ടും ഇല്ല, അപ്പോൾ നല്ല വെളിച്ചക്കുറവ് ഉണ്ട്.
നമ്മുടെ വെളുത്തുള്ളി തൊലി കളയാനുള്ള എളുപ്പമാർഗ്ഗമാണിത്. വെളുത്തുള്ളി എടുത്തിട്ട് ഒരല്ലി ഇങ്ങനെ നമ്മൾ അടർത്തി എടുത്തിട്ട് അത് കത്തി കൊണ്ട് പൊളിക്കുക. പൊളിച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പൊളിച്ച് വിടർത്തിയെടുത്ത് കഴിഞ്ഞാൽ എളുപ്പം. നമ്മുടെ ജാതിക്ക ഇവിടെ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടോ? ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടോ? ശരിക്കും തിളച്ച് പറഞ്ഞാലേ നമുക്കിത് നോക്കിയെടുക്കാം. ഇങ്ങനെ വെള്ളം നമുക്ക് വറ്റിക്കാം. ഈ വെള്ളം ഒഴിച്ച് കളയാം. നല്ല മണാണ്ടോ? ഇതിൻ്റെ ആദ്യം നല്ല മണം. നമ്മൾ ഈ ടാപ്പ് തുറന്നിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തിളച്ച വെള്ളമായതുകൊണ്ട് ഈ വെള്ളം ഈ സിങ്കിൽ വയ്ക്കുമ്പോൾ പൈപ്പൊക്കെ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ തണുത്ത വെള്ളം കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് പൊക്കോളൂല്ലോ. നമുക്കിത് ഇതിൻ്റെ ചൂടായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഈ 4 കൂട്ടം നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിയാം. നമ്മളിതിനകത്ത് ചേർക്കാനുള്ള എല്ലാ ഐറ്റംസും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം ചെറിയ പീസായിട്ട് അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ജാതിക്ക നമ്മൾ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ കാണുന്നത് ഇത് നമ്മുടെ വിനാഗിരി ഉണ്ടോ, വിനാഗിരി, ഇത് മുളക് പൊടി, ഉപ്പ്, ഇത് ഉലുവ പൊടിച്ചത്, ഇത് മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ അച്ചാറും പൊടി, ഇത് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെന്താ ചുവന്നുള്ളി, ഇത്ര സാധനം അരിഞ്ഞ് കുത്തി അരിഞ്ഞ് വെച്ചാൽ ഉപ്പാട് എടുക്കാം. ഇത് 3 സ്പൂൺ ഉപ്പിടാം. പോരെ, ഇപ്പോൾ ആവശ്യത്തിന് നമ്മൾ മിക്സ് ചെയ്യാം. നോക്കി പറയാം. നമുക്ക് മുളക് പൊടി എടുക്കാം. മുളക് പൊടി 2 സ്പൂൺ ആവശ്യത്തിന്. മുളക് പൊടി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ഇടാട്ടാണെങ്കിൽ നമുക്കിത് കുറവാന്ന് തോന്നുന്നു, കുറച്ചുകൂടി ഇട്ടേക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി എടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം മതി. മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അച്ചാർ പൊടി ഇടാം. അച്ചാർ പൊടി കുറച്ച് കൂടുതൽ വേണം. മെയിൻ സംഭവം ഇതാണ്, നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം. ഇതൊരു 3-4 സ്പൂൺ ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഒരിക്കും ഇത് ഉലുവ പിടിച്ചാണ്. ഉലുവ പിടിച്ചത് കുറച്ച് മതി. ഇഞ്ചി
ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞു വെച്ചത് അത് നമ്മൾ ഇതിനകത്തേക്ക് ഇതാണ്. അപ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു എന്താ ഉണ്ടാക്കണേന്ന്. മൊത്തം നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ശരി മിക്സ് ചെയ്യാം. നമ്മുടെ വിനാഗിരി ഇത്ര സാധനത്തിന് വിനാഗിരി 1 കിലോയുടെ സാധനമാണ് എടുത്ത്. വിനാഗിരി അത്യാവശ്യം കേട്ടോ. ചേട്ടാ ഞാൻ കഴിച്ചോട്ടെ. കഴിച്ചു മറ്റേ അടുത്തുനിന്ന് കഴിച്ചു നോക്കി. ചെറിയ ഭക്ഷണം. ഓ സൂപ്പർ, അടിപൊളി ഉള്ളത് പറയണം കേട്ടോ. സൂപ്പറാണ്, അടിപൊളി. അടിപൊളി സാധനം, സൂപ്പർ സാധനം, ഒന്നും പറയാല. ഇതാണ് നമ്മുടെ അച്ചാറിട്ട. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ തോട്ടത്തിൽ വീണ് കിടക്കുന്ന ജാതിക്കയുടെ തോടൊക്കെ ഉണ്ടല്ലോ, അത് വെറുതെ ചീഞ്ഞു പോവാണ്. അപ്പോൾ നമ്മളത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് അച്ചാറ് പല ഐറ്റംസ് നമുക്ക് അതിനകത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പോകുമ്പോഴേ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.